പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ കുരിശിലൂടെ അവയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അതായത് ഈശോ ഈ ലോകത്തിലേക്ക് വന്നു, പീഡകൾ സഹിച്ചു, കുരിശിൽ മരിക്കപ്പെട്ടു, ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നുപോയി. നിന്റെ പാവങ്ങൾക്ക് വേണ്ടി അവൻ പിശാചിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു പിശാചിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചവനാണ്. അവൻ ഈ ലോക ജീവിതത്തിൻ്റെ ജഡിക ആസക്തികളിലൊന്നും വീഴാതെ മനുഷ്യനായിരിക്കെ തന്നെ സകലവിധ ആധിപത്യം, ജഡിക ആസക്തികൾക്ക് മേൽ അവൻ വിജയം സ്ഥാപിച്ചവനായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണജയത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പം ഈശോ നമുക്ക് നൽകുന്ന രക്ഷയുടെ കാതലായ സന്ദേശം ഇപ്രകാരമാണ്: സകലവിധ പൈശാചിക തിന്മകൾക്ക് മേൽ വിജയം വരിച്ച രക്ഷകനായ ക്രിസ്തു, ഉദ്ധിതനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാതൃകയായിട്ട്, എൻ്റെ ജീവൻ്റെ സർവസ്വവുമായിട്ട് നിലകൊള്ളുകയാണ്. ഈ ആത്മരക്ഷ എന്നെ ക്രോധത്തിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം: അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. തീർച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറും. പല കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും, അല്ലേ? ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ല, വയ്യ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ പലതും കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറും. ദേവന്മാരെ, വിഗ്രഹങ്ങളെ ഒക്കെ ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ കൈനോട്ടം, അല്ലെങ്കിൽ ചിലപ്പം ദൃഷ്ടി നോക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കരുതും. കൂടോത്രം, മന്ത്രവാദം, ഇതൊക്കെ വളരെ നിസ്സാരമിട്ടെന്ന് കരുതി നമ്മൾ ചെയ്യും. അത് കുഴപ്പമില്ല, അല്ലെ ഇത് വലിയ കാര്യമില്ല എന്നൊക്കെ കരുതുന്ന സാധനം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന് കാരണമായി മാറുന്നുണ്ട്. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ക്രോധത്തിന് ഇടയാക്കുന്നുണ്ട്. നീ ആത്മരക്ഷയിൽ ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് നിനക്ക് വലിയ ഒരു വിടുതലും. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്: ദൈവക്രോധത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ദൈവക്രോധത്തിൽ നിന്ന് നീ മാറണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പാത പിന്തുടരുന്ന വ്യക്തിയായിട്ട് മാറണം.